അപ്പൊ നമുക്കിന്ന് ഹെമിസ്ഫിയറിന്റെയും സ്ഫിയറിന്റെയും CSA-യും TSA-യും വോളിയവും നോക്കാം. CSA, TSA, വോളിയം. ഓക്കെ, അപ്പൊ ആദ്യം കർവ്ഡ് സർഫസ് ഏരിയ CSA. അപ്പൊ ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr² ആണ്. 2πr². എന്നാൽ സ്ഫിയറിന്റെയോ, സ്ഫിയറിന്റെ ഹെമിസ്ഫിയർ നമ്മൾ ഹാഫ് അല്ലേ, ഇത് ഡബിൾ അല്ലേ, ഇതിന്റെ ഡബിൾ അല്ലേ, സോ 4πr². ഓക്കെ, ഇനി ടോട്ടൽ സർഫസ് ഏരിയ നോക്കാം. അപ്പൊ ഹെമിസ്ഫിയറിന് നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ മാത്രമാണ് ആദ്യം എടുത്തത്, ഇത്രയും പോർഷൻ കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ, സോ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈ മേളത്തെ ഇവിടെ ഒരു സർക്കുലർ പോർഷൻ ഉണ്ടല്ലോ, അതും കൂടി വരുന്നുണ്ട്, മേളത്തെ ഒരു സർക്കുലർ പോർഷൻ കൂടി വരുന്നുണ്ട്. അപ്പം എങ്ങനെയായിട്ട് മാറും ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr² നിന്ന് 3πr² ആവുന്നു. എന്നാൽ സ്ഫിയറിന് രണ്ടും സെയിം ആണ്. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാലും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാലും ഫുൾ കവർ ആവുന്നുണ്ട്, സോ 4πr² തന്നെയാണ്. നെക്സ്റ്റ് വൺ വോളിയം. സോ വോളിയം നമ്മൾ ആദ്യം ഹെമിസ്ഫിയറിന്റെ എഴുതിയാണ്. ഇത് നോക്കിയാൽ മതി, കർവ്ഡ് സർഫസ് ഏരിയ 2πr² ആയിരുന്നു. സോ വോളിയം വരുമ്പോൾ 2/3πr³ ക്യൂബാണ്. വോളിയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്യൂബാണ്. അപ്പൊ 3 ആലോചിക്കുക. 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിനോമിനേറ്ററിൽ വരും, 3 ഇതാ ടോപ്പിലും വരും. സോ നമുക്ക് സ്ഫിയറിന്റെ എങ്ങനെ എഴുതാം? 4 എന്നുള്ളതല്ലേ, അത് ഓർത്ത് വെച്ചാൽ മതി. 4/3 വരണം, π വരണം, r³ വരണം. ഓക്കെ.